കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ ഇപ്പോൾ സുഗുനോ ഭവന്തു. അവതരണം പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സുഗുനോ ഭവന്തു എന്ന പരിപാടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഹേന. അപ്പോൾ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട യോഗാ ഗുരു പ്രിയ ആന്റണിയാണ്. നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിനെ നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇന്ന് ഏപ്രിൽ 19, ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ന് വേൾഡ് ലിവർ ഡേ, അതായത് ലോക കരൾ ദിനമാണ്. നമ്മുടെ കരൾ രോഗങ്ങൾ, അതായത് നമുക്ക് കരളിനെ എങ്ങനെ സംരക്ഷിക്കാം, അതായത് നമ്മുടെ കരൾ രോഗങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടുവരികയാണ് അല്ലേ, അതിന്റെ തീവ്രത കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ കരളിനെ എങ്ങനെ സംരക്ഷിക്കാം, കരൾ രോഗങ്ങളെല്ലാം എങ്ങനെ യോഗയിലൂടെ പ്രതിരോധിക്കാം എന്നതെല്ലാം നമുക്ക് കൂടുതലായി അറിയാനായി നമ്മുടെ പ്രിയപ്പെട്ട യോഗാ ഗുരുവിലേക്ക് പോകാം. ഏപ്രിൽ 19 കരൾ ദിനമായിട്ട് ആചരിക്കുന്നതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് കരളിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറെ കൂടെ ബോധവാന്മാരാകാനും കരളിൻ്റെ ആരോഗ്യം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാനും കൂടെയൊക്കെയാണ്. നമുക്കറിയാം, നമ്മുടെ കരളെന്ന് പറയുന്നത് ശരീരത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അവയവമാണ് ത്വക്ക് കഴിഞ്ഞാൽ. നമ്മുടെ കരളാണ് നമ്മുടെ ശരീരത്തിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ നടത്തുന്നത്. നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള ന്യൂട്രിയൻസ് എടുക്കുകയും അത് ഡീടോക്സിഫൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ഒരു വലിയ പങ്ക് വഹിക്കുന്നത് നമ്മുടെ കരളാണ്. കരൾ ആരോഗ്യത്തോടെ നിൽക്കുന്നത് കൊണ്ടാണ് ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്തേക്ക് കളഞ്ഞ് നമ്മുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. എന്നാൽ ഇന്ന് കരൾ രോഗികളുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണ്. 2022 ഒരു പഠനം പറയുന്നത് ഓരോ വർഷവും 10 ലക്ഷത്തോളം കരൾ രോഗികളാണ് ഇന്ത്യയിൽ പുതിയതായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നതെന്നാണ്. അത് തീർച്ചയായിട്ടും ആശങ്കാജനകമായ ഒരു കാര്യം തന്നെയാണ്. ലിവർ സിറോസിസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ പിടിപെടുന്ന കരൾ രോഗം. 5ൽ 1 ഇന്ത്യക്കാരന് കരൾ രോഗമുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ലിവർ സിറോസിസ് ഒക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു രോഗം കൂടുതലായും ചെറുപ്പക്കാരിലാണോ അതോ പ്രായം ചെന്നവരിലാണോ കൂടുതലായും കാണപ്പെടുന്നത്? ലിവർ സിറോസിസ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് ബി, സി, പിന്നെ അമിതമായിട്ടുള്ള മദ്യപാനം, പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇന്ന് ഒരുപാട് ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. ഇത് ചെറുപ്പക്കാരിൽ ഇന്ന് വളരെയധികം കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. പൊതുവെ പ്രായമായവരെ അപേക്ഷിച്ച് ചെറുപ്പക്കാരിലാണ്, ഏകദേശം ഒരു 30-60 വയസ്സിനിടയ്ക്ക് ഉള്ള പ്രായമായവർ ആൾക്കാരിലാണ് കൂടുതലും ഇത് കണ്ടുവരുന്നത്. ചെറുപ്പക്കാരിൽ ഇന്ന് കരൾ രോഗം, ഏകദേശം ഡയബറ്റിസ് രോഗികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം നല്ലൊരു ശതമാനം ഡയബറ്റിസ് രോഗികൾക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. പലരും ഈ കരൾ രോഗങ്ങളൊക്കെ അല്പം വൈകിയാണ് അറിയുന്നത്. പലപ്പോഴും ലക്ഷണങ്ങൾ അവഗണിക്കപ്പെട്ടു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് കരളിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ തീർച്ചയായിട്ടും ചെയ്യണം. തീർച്ചയായിട്ടും ഭക്ഷണ കാര്യത്തിൽ, നമ്മുടെ ജീവിതശൈലി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുമ്പോഴാണ് കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് പലതരത്തിലുള്ള കരൾ രോഗത്തിന് കാരണമാകുന്നത്? പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാറുണ്ട്. ഒന്നാമതായിട്ട് വൈറൽ ഇൻഫെക്ഷൻസ്, അതായത് ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി, ഇതെല്ലാം ഒരു വൈറൽ ഇൻഫെക്ഷനാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു പോകുമ്പോൾ, അതായത് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസൊക്കെ ഉള്ളവരുടെ പ്രശ്നം ഇതാണ്. കരൾ രോഗം ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പിന്നെ മദ്യപാനം ഒരു വലിയ കാരണം തന്നെയാണ്. അപ്പോൾ കരൾ രോഗത്തിനുള്ള പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ് പലരും പറയാറുള്ളത്. പ്രധാനമായിട്ടും ക്ഷീണം ഒട്ടുമിക്ക ആൾക്കാരിലും പറയപ്പെടുന്ന ഒരു പ്രശ്നമാണ്. ചിലർക്ക് ഛർദിൽ വരിക, കൈക്കും കാലിനും ഒക്കെ സ്വെല്ലിങ് വരിക, യൂറിനിൽ കളർ ചേഞ്ചസ് ഉണ്ടാകുക, വയറുവേദന, പ്രത്യേകിച്ച് അബ്ഡോമിനൽ പെയിൻ, അടിവയറിൻ്റെ ഭാഗത്തൊക്കെ വേദന വരിക, ഇങ്ങനെ പല ലക്ഷണങ്ങളുമാണ് പലരും പറയാറുള്ളത് യോഗയിൽ. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് യോഗയിലുള്ള പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ? യോഗ പരിശീലനം തീർച്ചയായിട്ടും ഒരു
ഡീടോക്സിഫിക്കേഷനാണ് നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് കുറേയേറെ മലിനത നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ ക്ലോറിൻ പോലെയുള്ള പല തരത്തിൽ ഉള്ള വിഷാംശങ്ങളുണ്ട്. കഴിക്കുന്ന ഭക്ഷണത്തിൽ പലതരം കീടനാശിനികളൊക്കെ തളിച്ച ഭക്ഷണമാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ശ്വസിക്കുന്ന വായു മലിനമാണ്. നമ്മൾ എടുക്കുന്ന സ്ട്രെസ് ഉൾപ്പെടെ നമ്മുടെ മനസ്സിലോട്ടും ശരീരത്തിലേക്കും കടന്നു പോകുന്ന മാലിന്യങ്ങൾ ഇന്ന് വളരെ കൂടുതലാണ്. അത് ശരിയായ രീതിയിൽ പുറത്തേക്ക് കളയാൻ നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുള്ള രോഗങ്ങളായിട്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലും വന്ന് ഭവിക്കും. അതുകൊണ്ടാണ് സ്ഥിരമായിട്ട് യോഗാസനം ചെയ്യുന്നവർ അവരുടെ ശരീരത്തിനും മനസ്സിനും ഉള്ള ഒരു കൃത്യമായ ഒരു ഡീടോക്സിഫിക്കേഷൻ, മാലിന്യങ്ങൾ മുക്തമാക്കാനുള്ള ഒരു പ്രക്രിയ ദിവസേന അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ കരളിൻ്റെ മെച്ചപ്പെട്ട ആരോഗ്യത്തെ ത്വരിതപ്പെടുത്തുന്ന ഒരുപാട് യോഗാസനങ്ങളുണ്ട്. കരളുടെ മാത്രമല്ല, പ്രത്യേകിച്ച് ആന്തരിക അവയവങ്ങൾക്ക് ഓരോന്നിനും കരൾ, പാൻക്രിയാസ്, സ്പ്ലീന്, കിഡ്നി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ആരോഗ്യം ഒരേപോലെ മെച്ചപ്പെടുത്തി കൊണ്ടുപോകാനായിട്ട് യോഗ പരിശീലനത്തിന് സാധിക്കും. യോഗാസനങ്ങളുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ കൂടുതൽ യോഗാസനങ്ങളെല്ലാം തന്നെ ശരിക്കും ഇൻറ്റേർണൽ ഓർഗൻസിന് മസാജിങ് ആണ്. ഇതൊരു പക്ഷേ മറ്റൊരു വ്യായാമ മുറയ്ക്ക് കിട്ടിയെന്ന് വരില്ല. പലതരത്തിലുള്ള യോഗാസനങ്ങൾ നമ്മുടെ കരളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പ്രത്യേകം എടുത്തു പറയുന്ന യോഗാസനങ്ങളുണ്ട്. അപ്പോൾ അത് സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി കരളുടെ ആരോഗ്യം കുറെ കൂടെ മെച്ചപ്പെട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മുടെ ശരീരം എപ്പോഴും ഒരു ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റം പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രശ്നം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, ചിട്ടയില്ലാത്ത ജീവിതശൈലി, ഇതെല്ലാം കൊണ്ട് നമ്മൾ ആ ഒരു ഹീലിംഗ് സിസ്റ്റത്തെ അല്ലെങ്കിൽ ആ ഡീടോക്സിഫിക്കേഷൻ സിസ്റ്റത്തെ മന്ദീഭവിപ്പിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ശരിയായ രീതിയിൽ ഡീടോക്സ് നടക്കാതെ പോകുന്നു. നമ്മുടെ ശരീരത്തിലെ കരൾ, കിഡ്നി, ശ്വാസകോശം, ഇതെല്ലാം ശരീരത്തിലെ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്ന അവയവങ്ങളാണ് എടുത്തു പറയണമെങ്കിൽ. യോഗാസനങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത് വഴി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ വളരെ നന്നായിട്ട് മെച്ചപ്പെട്ട് വരും. അതുവഴി ഓക്സിജൻ വിവിധ ഭാഗങ്ങളിലേക്ക് കൃത്യമായ അളവിൽ, ക്വാളിറ്റി ഓക്സിജൻ കൃത്യമായ അളവിൽ എത്തിപ്പെടും. പ്രത്യേകിച്ച് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വരാതിരിക്കുകയും ദഹനം ശരിയായ രീതിയിൽ നടക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ശരിയായ രീതിയിലുള്ള ദഹനം നടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള വിറ്റമിൻസും മിനറൽസും ന്യൂട്രിയൻസും എല്ലാം ശരിക്കും ആഗീകരണം ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല, അത് വിഷാംശങ്ങൾ ശരീരത്തിൽ നിന്ന് ശരിയായ രീതിയിൽ പുറത്തേക്ക് കളയാനായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥ ഒരുങ്ങുകയും ചെയ്യും. അതിനെ സഹായിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ കരൾ. അപ്പോൾ ഏതൊക്കെ യോഗാസനങ്ങളാണ് പൊതുവായിട്ട് എടുത്തു പറയാനുള്ളത്? വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ യോഗാസനങ്ങളുണ്ട്. ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും ചെയ്യാൻ പറ്റുന്ന യോഗാസനങ്ങളാണ്. ഒന്ന് രണ്ട് യോഗാസനങ്ങൾ എടുത്ത് പറയുകയാണെങ്കിൽ ത്രികോണാസനം എന്ന ഒരു യോഗാസനമുണ്ട്. നിന്നുകൊണ്ട് ചെയ്യുന്ന ഒരു യോഗാസനമാണ്. ത്രികോണാസനം ചെയ്യുന്നത് വഴി നമ്മുടെ ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. പ്രത്യേകിച്ച് ആസിഡിറ്റി, ഗ്യാസ്ട്രിക് ഇഷ്യൂസ്, ദഹന സംബന്ധമായ മറ്റ് പല പ്രശ്നങ്ങൾക്കും വളരെ ഫലപ്രദമായ ഒരു യോഗാസനമാണ് ത്രികോണാസനം. അതുമാത്രമല്ല, നമ്മുടെ നട്ടലിൻ്റെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിലെ വഴക്കം, വെയിറ്റ് ലോസ്, അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വളരെ നല്ല ഒരു യോഗാസനമാണ് ത്രികോണാസനം. അതുമാത്രമല്ല, നമ്മുടെ അടിവയറിൻ്റെ ഭാഗത്തെ പേശികൾക്ക് ബലം നൽകുന്ന ഒരു യോഗാസനം കൂടെയാണ് ത്രികോണാസനം. പൊതുവെ ഫാറ്റി ലിവറൊക്കെ ഉള്ളവർ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞ് ഒരുപാട് പേര് വരാറുണ്ട്. അപ്പോൾ ഈ അമിതവണ്ണം ശരിക്കും പറഞ്ഞാൽ ഫാറ്റി ലിവർ മാത്രമല്ല, മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിതെളിക്കുന്നതാണ്. അപ്പോൾ അമിതവണ്ണം കുറയ്ക്കാൻ ഏറ്റവും ഫലപ്രദമായ ഒരു യോഗാസനമാണ് ത്രികോണാസനം. മറ്റൊരു യോഗാസനം എന്ന് പറയുന്നത് പശ്ചിമോത്താനാസനമാണ്. ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം, നട്ടലിന് പ്രത്യേകിച്ച് ഡിസ്കിന് കംപ്ലൈൻ്റ് ഉള്ളവർ പശ്ചിമോത്താനാസനം ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാത്ത എല്ലാവർക്കും ഇരുന്നുകൊണ്ട് ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു യോഗാസനമാണ്. പശ്ചിമോത്താനാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ
ദഹന പ്രക്രിയയ്ക്ക് വളരെ മെച്ചപ്പെടുത്തുന്ന ഒരു ആരോഗ്യം കൈവരിക്കും. നമ്മുടെ ചെറുകുടലിനെയും വൻകുടലിനെയും പ്രവർത്തനക്ഷമമാക്കാനായിട്ട് ഏറ്റവും ഫലപ്രദമായൊരു യോഗാസനമാണ് പശ്ചിമോത്താനാസനം. മറ്റൊരു യോഗാസനമാണ് ഉഷ്ട്രാസനം. ഉഷ്ട്രാസനം നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നതാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസസ് ഒന്നും വരാതെ തന്നെ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റത്തെ കുറേ കൂടെ നല്ല രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സഹായിക്കും. ഉഷ്ട്രാസനവും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്താനും ദഹനം നല്ല രീതിയിൽ നടക്കാനും നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ആന്തരിക അവയവങ്ങളായ കരള്, സ്പ്ലീൻ, പാൻക്രിയാസ് ഇതിനെയൊക്കെ മെച്ചപ്പെടുത്തി ആരോഗ്യത്തോടെ നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. ഉഷ്ട്രാസനം സ്ഥിരമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ വഴക്കം മെച്ചപ്പെടുത്താൻ നല്ലതാണ്. നട്ടെല്ലിനും ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു യോഗാസനമാണ്. മറ്റൊരു യോഗാസനം എന്ന് പറയുന്നത് സേതുബന്ധാസനമാണ്. സേതുബന്ധാസനം നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം കുറേ കൂടെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. പ്രത്യേകിച്ച് ആസ്മ, വീസിങ്, അലർജിയൊക്കെ ഉള്ളവർ സ്ഥിരമായിട്ടിത് ചെയ്യുന്നത് നല്ലതാണ്. അസിഡിറ്റിയുടെ പ്രശ്നങ്ങളുള്ളവരും ഇത് ചെയ്യുന്നത് നല്ലതാണ്. ഈ യോഗാസനവും നമ്മുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്താൻ നല്ലതാണ്. പ്രത്യേകിച്ച് ഇപ്പം ഞാനിത് എടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരളിൻ്റെ ആരോഗ്യം ദഹനവുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. അതുകൊണ്ട് കൂടുതലും യോഗാസനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്തുന്ന കുറേയേറെ യോഗാസനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ പരിശീലനത്തിൽ ഉൾപ്പെടുത്തി തന്നെ പോവുക. പ്രത്യേകിച്ച് ഇത്തരം രോഗാവസ്ഥയുള്ളവർ ദഹനത്തിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത്തരം യോഗാസനങ്ങളും കൂടെ നമ്മൾ ചെയ്തു പോകണം. പിന്നെ ഉള്ളത് പവനമുക്താസനമാണ്. പവനമുക്താസനം ഗ്യാസ്ട്രിക് ഇഷ്യൂസിന് വളരെ നല്ലതാണ്. നമ്മുടെ ഹിപ്പ്, പെൽവിക് മസിൽസ് ഇതിനൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു ആരോഗ്യം പ്രദാനം ചെയ്യും. പവനമുക്താസനം ചെറുകുടലിനും വൻകുടലിനും ഒക്കെ വളരെ നല്ലതാണ്. പിന്നീട് വരുന്നത് പ്രാണായാമമാണ്. ഇത്തരം ആൾക്കാർ സ്ഥിരമായിട്ട് ചെയ്യേണ്ട പ്രാണായാമം ഭസ്ത്രിക പ്രാണായാമമാണ്. ഭസ്ത്രിക പ്രാണായാമം നമ്മളിതിനു മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ഭസ്ത്രിക പ്രാണായാമം അറിഞ്ഞുകൂടാത്തവർ ഏതെങ്കിലും ഒരു പരിശീലകൻ്റെ അടുത്ത് ഒരു പരിശീലനം എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കപാലഭാതിയാണ്. കപാലഭാതി ഒരു ഡീടോക്സിഫിക്കേഷൻ തന്നെയാണ് ശരീരത്തിൽ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ശ്വാസകോശം ഇതിനൊക്കെ വളരെ ഫലപ്രദമായ ഒരു യോഗാസനമാണ്. ഏറ്റവും കൂടുതൽ ശ്വാസകോശത്തിൻ്റെ ആരോഗ്യം വളരെയധികം മെച്ചപ്പെടും. കൂടുതൽ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാനായിട്ട് നല്ലതാണ്. അപ്പോൾ യോഗാസനങ്ങളോടൊപ്പം തന്നെ മറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇത്തരം പ്രശ്നങ്ങളുള്ളവർ യോഗ സ്ഥിരമായിട്ട് ചെയ്തു പോകേണ്ടത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ചിട്ടയായ ജീവിതശൈലി അവർ നിലനിർത്തിക്കൊണ്ടു പോകണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഭക്ഷണ കാര്യത്തിലാണ്. കരളിനെ ഭംഗം വരുന്ന അല്ലെങ്കിൽ കരളിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭക്ഷണ രീതിയിൽ നിന്ന് പിന്മാറണം. അമിതമായ മദ്യപാനത്തിൻ്റെ ഉപയോഗം, ഈ പ്രിസർവേറ്റീവ്സ് കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക, പ്രത്യേകിച്ച് ട്രാൻസ്ഫാറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, റെഡ് മീറ്റ് കഴിക്കുന്നത് കുറയ്ക്കുക. അങ്ങനെ ഭക്ഷണത്തിലും നമ്മുടെ ജീവിതശൈലിയിലുമൊക്കെ ഒരു കാതലായ മാറ്റം കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും കരൾ രോഗങ്ങൾ പതുക്കെ പതുക്കെ മാറി നിങ്ങളുടെ ജീവിതം കുറേ കൂടെ ആരോഗ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. നമ്മൾ എപ്പോഴും ഒരു പ്രശ്നത്തിലാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെടുകയും ആ പ്രശ്നങ്ങളുടെ മൂർധന്യ അവസ്ഥയിൽ അല്ലെങ്കിൽ ആ രോഗങ്ങളുടെ മൂർധന്യ അവസ്ഥയിൽ നമ്മൾ പരിഹാരത്തിന് പോകുമ്പോഴാണ് കുറച്ച് ഗുരുതരമായി പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തുടക്കത്തിൽ തന്നെ അതിന് വേണ്ട പരിഹാര മാർഗങ്ങൾ യോഗയിൽ കൂടെ മുന്നോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആരോഗ്യം, കരളിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ ലോക കരൾ ദിനമായ ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട യോഗ ഗുരു നമ്മുടെ കരളിനെ എങ്ങനെ പരിപാലിക്കണം, അതിനെ എങ്ങനെ ആരോഗ്യമുള്ളതായി മാറ്റണം എന്നൊക്കെ യോഗ പരിശീലനത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പോൾ ഈ ഒരു യോഗ പരിശീലനങ്ങളും യോഗാസനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ കരളിനെ ആരോഗ്യമുള്ളതും കരൾ രോഗങ്ങളെയൊക്കെ പ്രതിരോധിച്ചും മുന്നോട്ട് നമുക്ക് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സുഗുണോ ഭവന്തു ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തയാഴ്ച മറ്റൊരു യോഗാ വിശേഷങ്ങളുമായി സുഗുണോ ഭവന്തു നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.
കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് സുഗുനോ ഭവന്തു. അവതരിപ്പിച്ചത് പ്രിയ ആന്റണി. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്.